ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർക്കാൻ ഉത്തരവായിട്ടുണ്ട് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത്. ഞാൻ കമ്മീഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് പാർവതി മേനോനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ നമുക്കങ്ങനെ ഒരു നോട്ടീസ് ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും നോട്ടീസ് കൈപ്പറ്റിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം എന്തൊക്കെയാണ് വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വനിതാ കമ്മീഷൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഈ നോട്ടീസ് ലഭ്യമായി കഴിഞ്ഞാൽ വനിതാ കമ്മീഷന് ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ഹൈക്കോടതി മുമ്പാകെ അറിയിക്കും. തീർച്ചയായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സജിമോൻ പാറയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വനിതാ കമ്മീഷനെ ഇംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയിലും ഞങ്ങൾ കൃത്യമായി വനിതാ കമ്മീഷൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെയാണ്, സ്വകാര്യത മാനിച്ചുകൊണ്ട് വ്യക്തികളുടെ സ്വകാര്യത മാനിക്കണം എന്നുള്ള മൊഴി നൽകിയ സ്ത്രീകളുടെ ഉൾപ്പെടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആ സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നാണ് വനിതാ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്കോ അവർക്ക് പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ സ്വീകരിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ തീർച്ചയായും സർക്കാരിൻ്റെ അഭിപ്രായങ്ങളും ആരായുന്നുണ്ട്. എങ്ങനെയാണ് പരാതിക്കാർക്ക് നീതി ലഭ്യമാവാൻ സാഹചര്യം ഒരുക്കുക, ആ സാഹചര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ സർക്കാർ മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സിനിമാ മേഖല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരുപാട് സ്ത്രീകൾ കൂടി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ മേഖലയിൽ ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവും എന്നുറപ്പാണ്. നാളെ കോഴിക്കോട് വെച്ച് തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നുള്ള പ്രശ്നത്തെ ആസ്പദമാക്കിക്കൊണ്ട് വനിതാ കമ്മീഷൻ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ പ്രതിനിധികളെയും കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന പെൺകൂട്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെയും സെമിനാറിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് വനിതാ കമ്മീഷൻ്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകി.